മുട്ടടയിലെ 24 വയസ്സുകാരി കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് 24നോടൊപ്പം ചേരുകയാണ്. എന്ത് തോന്നുന്നു? സന്തോഷ നിമിഷം അല്ലേ? അതെ അതെ, വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. ഈ ഒരു പേര് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. വലിയൊരു വിവാദങ്ങൾ അതുപോലെ മാനസിക സമ്മർദ്ദം ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം അല്ലെ സമയം എങ്ങനെയായിരുന്നു വൈഷ്ണവ്? ആ സമയം ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് അത്രയും മാനസിക സംഘർഷങ്ങൾ നേരിട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നലും ഉണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും വൈഷ്ണയ്ക്ക് ഉണ്ടോ? അത് പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടിയിൽ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവരത് പറയും. എങ്ങനെയായിരുന്നു ഈ പ്രചരണ കാലയളവ്? ഇതിൽ പ്രധാനമായും കുറച്ച് ദിവസങ്ങൾ പ്രചരണം നിർത്തിവെക്കേണ്ടി വന്നു, കൂടാതെ വലിയ സമ്മർദ്ദം ഉണ്ടായി. അതിലെങ്ങനെയാണ് ആ ഒരു കാലയളവ് എങ്ങനെയായിരുന്നു? അതെ, തീർച്ചയായും. കാരണം നമുക്ക് വളരെ വലിയൊരു സമയമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നും കൂടെ ആകുമ്പോൾ 10 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും പ്രചാരണ രീതിയിലേക്ക് ഏർപ്പെടാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതെന്തായാലും കുഴപ്പമില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അത് എന്താ വെച്ചാൽ ക്ലിയർ ചെയ്ത് പോകും, കുഴപ്പമില്ല. ആർക്കൊക്കെയാണ് ഈ നിമിഷത്തിൽ നന്ദി പറയാനുള്ളത്? നന്ദി പറയേണ്ടത് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയാണ്. കാരണം അദ്ദേഹമാണ് എല്ലാം ഒരു ട്വിസ്റ്റ് പോലെ കറങ്ങിത്തിരിഞ്ഞ് വന്നത്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയുന്നു. കാരണം ഒരു ദൈവതുല്യനായിട്ട് അദ്ദേഹമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് നന്ദി പറയുകയാണ്. പിന്നെ നന്ദി പറയേണ്ട ഒരു വലിയ ആളുണ്ട്, നമ്മുടെ ഹൈക്കോടതി സീനിയർ ലോയർ പ്രിയപ്പെട്ട ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ്. കാരണം ഒരു KSUകാരി എന്നുള്ള നിലയിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു KSUകാരി എന്നുള്ള നിലയിൽ ഒരു മുൻ KSUകാരന്റെ വികാരം കാണിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും, ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഫീസ് എത്രയാണെന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അത് ഊഹിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഈ നിമിഷം വരെ വാങ്ങാതെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ നമുക്ക് വാങ്ങിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അത്രയും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വളരെ വലിയൊരു നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ മൃദുലേട്ടൻ ശ്രീ മൃദുൽ ജോൺ മാത്യു അഡ്വക്കേറ്റ്, പുള്ളിയും നമ്മളെ വളരെ നന്നായിട്ട് തന്നെ, പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളി കംപ്ലീറ്റ് ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ പുള്ളി ഇടയ്ക്ക് മുങ്ങി. പുള്ളിയും വളരെ നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ അഖിലേട്ടൻ JS അഖിൽ, പുള്ളി KPCC ഭാരവാഹി കൂടിയാണ്. അദ്ദേഹവും വളരെ നന്നായി നമുക്ക് എതിരെ വരുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള പറഞ്ഞു തന്നത് ആൾക്കാരിൽ ഒരാൾ അഖിലേട്ടനായിരുന്നു. പിന്നെ നമ്മുടെ KPCCയുടെ ഇലക്ഷൻ ഇൻചാർജ് ശ്രീ റഹ്മാൻ സാർ, എല്ലാവരും ഞാൻ ഈ 4 പേരുടെ പേര് പറയാൻ കാരണം അവരുടെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മുടെ പാർട്ടിയിലുള്ള ആളുകൾ, പാർട്ടി സഹപ്രവർത്തകർ എന്ന് പറയുന്നത് നമുക്ക് ഏത് നിമിഷം, കാരണം ഈ വാർഡിലുള്ള എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്നു. അതായത് ഒരു ചേരി തിരിഞ്ഞ് നിൽക്കാതെയോ ഒന്ന് തിരിഞ്ഞു നിൽക്കാതെയോ ഒന്ന് പിണങ്ങി നിൽക്കാതെയോ ഒരു പിണക്കം പോലും ഇതുവരെ എന്നോട് കാണിക്കാതെ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. 25 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു ഡിവിഷനാണ്. അതിൽ എങ്ങനെയാണ് വിജയപ്രതീക്ഷ ഇപ്പോഴും എങ്ങനെയാണ്? വിജയപ്രദേശ് അത് അവരോട് ചോദിക്കട്ടെ. അത് ഞാൻ ജനങ്ങളുടെ ഒരു പിന്തുണ, പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളുടെ പിന്തുണ വളരെ വലിയ പിന്തുണയാണ്. കാരണം എല്ലാവരും വളരെ നല്ല റെസ്പോൺസ് ആണ് തരുന്നത്. അപ്പോൾ അതിലൊരു ശുഭപ്രതീക്ഷയുണ്ട്. വിജയിക്കുന്നുള്ള പ്രതീക്ഷ എന്തായാലും ഉണ്ട്, ശുഭപ്രതീക്ഷയുണ്ട്. പിന്നെ ബാക്കി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്ന ആളെ അവർ വിജയിപ്പിക്കും. മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് മികച്ച വിജയപ്രതീക്ഷയിലാണ്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.